ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തരമാറ്റിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നയനയെ പോലീസ് പിടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ആ സമയത്ത് നന്ദു ചോദിക്കുകയാണ്, ചേച്ചി എന്താ പറ്റിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ CI ആണെങ്കിൽ ആഹാ കൊള്ളാലോ ചേച്ചിന്നോ, എന്താടി സംഭവിച്ചത് എന്നങ്ങനെ ചോദിക്കുക. അല്ലാതെ ചേച്ചി അനിയത്തേക്ക് അങ്ങോട്ട് വീട്ടിൽ ഇവിടെ വേണ്ട എന്ന് പറയുകയാണ്. ഇത് കേട്ട നന്ദുവിന് കലി വരികയാണ്. എന്നാലും നന്ദു തൻ്റെ ചേച്ചിയോട് ചോദിക്കുകയാണ്, എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോഴേക്കും എനിക്കറിയില്ല, കാരണം ഞങ്ങൾ ഷോപ്പിങ്ങിന് പോവുമായിരുന്നു. ആ സമയത്ത് പോലീസുകാരെ ഒന്ന് വണ്ടി തടയുക, എന്നിട്ട് ഡിക്കി തുറന്നിട്ട് ഒരു പെട്ടി എടുക്കുക, അതിൽ മുഴുവനും സ്വർണ്ണമായിരുന്നു. ഇത്രയും മാത്രമേ എനിക്കും അറിയുള്ളൂ. ആര് കൊണ്ടെന്ന് വെച്ച് എന്താ സംഭവിച്ചതെന്നും ഒരു പിടിയുമില്ല എന്ന രീതിയിൽ തന്നെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ നന്ദു ആണെങ്കിൽ നേരെ ഡ്രൈവറിന് നേരെ തിരികെയാണ്. തനിക്കറിയാവിടോ എന്താ നടന്നതെന്ന് പറയടോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇല്ല മേഡം, എനിക്കറിയില്ല മേഡം, എങ്ങനെ അത് വന്നു എന്ന് എനിക്കറിയില്ല മേഡം എന്ന് ഈ ഡ്രൈവറും പറയുകയാണ്. അപ്പോൾ ഈ CI ആണെങ്കിൽ ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും പറ്റില്ല. എന്താ നന്ദു, അല്ലെങ്കിൽ കണ്ണടച്ച് നല്ല കൊടുക്കുന്നതാണല്ലോ, ഒരാളെ പോലും നോക്കാതെ. ഇപ്പം എന്താ സ്വന്തം ചേച്ചി ആയതുകൊണ്ട് അങ്ങോട്ട് വിട്ടുവീഴ്ച ചെയ്യാമെന്ന് നിങ്ങൾ വിചാരിച്ചോ? ഇത് കഴിഞ്ഞപ്പോഴേക്കും ഇല്ല സാർ, അങ്ങനെയൊന്നും അല്ല സാർ. പക്ഷേ ചേച്ചിയുടെ കാര്യത്തിൽ ചേച്ചി നിരപരാധിയും തന്നെയാണ് എൻ്റെ വിശ്വാസം. ചേച്ചിയെ ആരോ ചതിച്ചതാണ് സാർ. ഓ ശരിയാണല്ലോ, ചതിയാണല്ലോ. കാരണം ഒരു രേഖകളും ഇല്ലാതെ സ്വർണം കടത്തിക്കൊണ്ട് പോവുക, ഇതൊക്കെ ചതി തന്നെയാണ്. ആ ചതി എന്തിനു വേണ്ടി ചെയ്തു, ആർക്ക് വേണ്ടി ചെയ്തു എന്നാണ് നന്ദു ചോദിക്കേണ്ടത്. അല്ലാതെ ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ഇവിടെ പറ്റില്ല എന്ന രീതിയിൽ തന്നെ പറയുകയാണ്. അപ്പോൾ എന്താ പേടിയാണോ? ഇവളേതായാലും ജയിലിൽ കിടക്കട്ടെ എന്നിങ്ങനെ, ലോക്കപ്പിൽ കിടക്കട്ടെ എന്നിങ്ങനെ സംസാരിക്കുകയാണ്. സാർ ദയവ് ചെയ്ത് ചേച്ചി ലോക്കപ്പിൽ ഇടരുത് സാർ, ചേച്ചിയുടെ അവസ്ഥ അറിയാലോ സാർ. ഇതൊക്കെ കേട്ടപ്പോഴേക്കും നീ എന്തിനു വേണ്ടിയാടി കാറിൽ പോയത്, നീ ആർക്ക് വേണ്ടിയാണ്, ആർക്കൊപ്പമാണ് നീ പോയത്? അപ്പം നമ്മുടെ നയനിങ്ങനെ മനസ്സ് ചിന്തിക്കുകയാണ്, അദൃശ്യയുടെ പേര് ഒരിക്കലും പറയാനായിട്ട് പാടില്ല, പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നവും. എന്താടി അവൾ അടുത്ത കള്ളം എന്താ പറയേണ്ടതെന്ന് ആലോചിക്കുകയാണ്. സാർ ഞാൻ കള്ളമൊന്നും പറയാൻ വേണ്ടിയല്ല സാർ, ഞങ്ങളൊരു ഷോപ്പിങ്ങിന് പോയതാണ്, എൻ്റെ കൂടെ ഡ്രൈവർ മാത്രമാണ് എന്നിങ്ങനെ പറയുകയാണ്. ഓ എന്താ ഈ ഡ്രൈവർ നിൻ്റെ കാമുകനാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നന്ദുവിന് കലി വരികയാണ്. സാർ ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് സാർ, ചേച്ചി മാരീഡാണ്. എന്താ മാരീഡായ ഒരാൾക്ക് പ്രണയിക്കാനായിട്ട് പാടില്ലേ? എന്താ അങ്ങനെ സംഭവിക്കാനായിട്ട് പാടില്ലേ? സാർ എന്തൊക്കെയാണ് സാർ ഈ പറയുന്നത്? കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇവളേതാ ലോക്കപ്പിൽ കിടക്കട്ടെ, ചോദ്യങ്ങളൊക്കെ പിന്നീട് ഇനി ആവാം. ലോക്കപ്പിൽ കിടക്കേണ്ടവള് ലോക്കപ്പിൽ തന്നെ കിടക്കണം എന്നിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നയനയാണെങ്കിൽ സാർ ലോക്കപ്പിൽ കിടക്കാനൊക്കെ ഞാൻ തയ്യാറാണ്, എനിക്ക് ഒരു പേടിയില്ല സാർ. നിനക്ക് പേടിയില്ലെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണല്ലോ നീ കള്ളക്കടത്ത് സ്വർണം കടത്തിയത് എന്ന് സംസാരിക്കുമ്പോൾ സാർ ഞാനൊരു കള്ളക്കടത്ത് സ്വർണം കടത്തിയിട്ടില്ല, പിന്നെ എനിക്ക് ലോക്കപ്പിൽ കിടക്കാൻ പേടിയുമില്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. അനിയത്തിയെ പോലെ തന്നെ ചേച്ചിക്ക് നട്ടല് കൂടുതലാണല്ലോ സാർ. നട്ടല് കൂടുതലാണെങ്കിലും വളയ്ക്കേണ്ടവരുടെ മുന്നിൽ ഞങ്ങൾ നട്ടല് വളയ്ക്കും, അല്ലാത്തവരുടെ മുന്നിൽ നട്ടല് നിവർത്തി പിടിച്ച് തന്നെ സംസാരിക്കും സാർ എന്നിങ്ങനെ പറയുമ്പോൾ ഇവളെ പിടിച്ച് ലോക്കപ്പിലിട്, ഒരു പരിഗണനയും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ നയന സ്വയമായിട്ട് തന്നെ ലോക്കപ്പിലിട്ട് കയറി പോവുകയാണ്. പക്ഷേ ഈ CI ആണെങ്കിൽ ഡ്രൈവറെ വിടാനായിട്ട് തയ്യാറല്ല. CI ഡ്രൈവറിനെ പിടിച്ച് നിർത്തിയിട്ട് അതിൽ അവളെ പിടിച്ച് തല്ലാനല്ലേ പറ്റാത്തത്, നിന്നെ നല്ല രീതിയിൽ തന്നെ ചോദ്യം ചെയ്യാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആരാടാ ഈ സ്വർണം തന്നത്, ആർക്ക് വേണ്ടിയാണ് ഈ സ്വർണം കടത്താനായിട്ട് പോയത് എന്നും പറഞ്ഞുകൊണ്ട് നീ പറയില്ലല്ലേ എന്നും പറഞ്ഞുകൊണ്ട് കാരണം നോക്കിയോ ഒറ്റ അടിയാണ്. അപ്പം നമ്മുടെ നയനയാണെങ്കിൽ സാർ അയാളൊന്നും ചെയ്യരുത്, അയാൾ നിരപരാധിയാണോ നീയാണോ പറയേണ്ടത്? ഞങ്ങൾക്കറിയാം എന്ത് വേണം ഏത് വേണം എന്നൊക്കെ, നീ കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾക്കിട്ട് പടപടാന്നടിക്കുക. അങ്ങനെ ഈ ഡ്രൈവറെയും നയനയുടെ ഒപ്പം ലോക്കപ്പിലേക്ക് ഇടുകയാണ്. ലോക്കപ്പിലേക്ക് ഇട്ടിട്ട് ഈ ലോക്കപ്പിൻ്റെ ഇതും പൂട്ടി നേരെ അങ്ങോട്ട് പോവുകയാണ്. പോയി കഴിഞ്ഞപ്പോഴേക്ക് നന്ദുവിന് ഭയങ്കര സങ്കടം തോന്നുകയാണ്. അപ്പോൾ നയനയാണെങ്കിൽ ഈ ഡ്രൈവറോട് പറയുകയാണ്, എന്നോട് ക്ഷമിക്കണം സോറി എന്നൊക്കെ പറഞ്ഞപ്പോഴേക്ക് എന്തിനാണ് മേഡം സോറി പറയുന്നത്, നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ആ സ്വർണ്ണം എങ്ങനെ വന്നെന്ന് പോലും നമുക്കറിയില്ല, പിന്നെ എന്ത് ചെയ്യാനാണ് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദർശിനെയാണ്. അപ്പോൾ ആദർശ് നേരെ വീട്ടിലേക്ക് വന്ന് കോളിംബെല്ലിൽ അടിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ജോലിക്കാരൻ ഡോർ തുറഞ്ഞപ്പോഴേക്കും എന്ത് സാറേ സാർ ഒറ്റക്കാണോ വന്നത്, കുഞ്ഞവിടെ എന്ന് ചോദിച്ചപ്പോഴേക്ക് നയനമ്മൾ വന്നില്ലല്ലോ ഇതുവരെയായിട്ടും. ഇത് കിട്ടുന്നപ്പോഴേക്ക് നയനോട് എത്തിയില്ലേ? ഇല്ല എത്തിയില്ല. അപ്പോൾ എലിസബത്തും പറയാണ്, അതെ കുഞ്ഞിനെ ഞാൻ ഒരു പ്രാവശ്യം വിളിച്ചായിരുന്നു, അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ഇപ്പം തന്നെ എത്തുമെന്ന്.
ഞാൻ വിചാരിച്ചത് എന്താ ഇത്ര നേരമായിട്ട് എത്താത്തതെന്ന്. എന്താ സാറേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, ഞാൻ നയനയോട് പറഞ്ഞാണല്ലോ വീട്ടിലേക്ക് പോയിക്കോളാൻ, ഞാൻ എത്തിക്കോളാം എന്ന്. കാരണം എനിക്ക് കാറിൽ വെച്ചേ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കോള് വന്നായിരുന്നു. ആ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയാണ് ഞാൻ നേരെ പോയത്. പക്ഷേ നയന ഇത് എങ്ങോട്ട് പോയി, ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അയ്യോ സാറേ, ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, ഞാൻ അതെല്ലാം വീട്ടിലേക്കൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നയനയുടെ വീട്ടിലേക്ക് വിളിക്കുക. അപ്പോൾ കനകമാണ് ഫോൺ എടുക്കുന്നത്. അപ്പോൾ എന്താ ആദർശ് മോനെ എന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ അമ്മേ, നയന ഇവിടെ വന്നായിരുന്നു. ഇല്ലല്ലോ മോനെ, നയന ഇവിടെ വന്നില്ലല്ലോ. എന്താ മോനെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, ഒന്നുമില്ല, നയന അവിടെ വന്നോന്നറിയാൻ വേണ്ടി ഞാൻ ചുമ്മാ വിളിച്ചെന്നേ ഉള്ളൂ. ശരി അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുക. അപ്പോൾ ആദർശിന് ഭയങ്കരമായിട്ട് ഡൗട്ട് തോന്നുകയാണ്, ഇതെന്തോ സംഭവിച്ചിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ നയന വീട്ടിലെത്തേണ്ടതാണ്. അവർ നയനയെ വീട്ടിൽ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും നയനയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. കാരണം പോലീസുകാരുടെ കയ്യിലായിരിക്കും ഫോണ്. അതുകൊണ്ട് അവർ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുകയാണ്, ആരും വിളിക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ആദർശിന് വീണ്ടും സംശയങ്ങൾ ഇങ്ങനെ കൂടി കൂടി വരികയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ നന്ദുവിനെയാണ്. നന്ദു ആണെങ്കിൽ വല്ലാത്തൊരവസ്ഥയിൽ നന്ദു നേരെ ക്യാബിനിലേക്ക് ഓടി വന്നിട്ടിരുന്ന് ഭയങ്കരമായിട്ടും കരച്ചില്ല. ദൈവൻ്റെ ചേച്ചിയെ ഞാനങ്ങനെ രക്ഷപ്പെടുത്തുമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. നന്ദു ഇരുന്ന് ഭയങ്കര കരച്ചില്ല. എങ്ങനെയും ചേച്ചിയെ രക്ഷിക്കണമല്ലോ, കാരണം ചേച്ചിയുടെ വയറ്റിലൊരു കുഞ്ഞും കൂടിയുണ്ട്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകുമെന്ന് നമ്മുടെ നന്ദുവിന് നന്നായിട്ട് തന്നെ അറിയാം. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നവീൻ വരികയാണ്. അപ്പം നവീൻ വന്നിറങ്ങിയതും ബാക്കിയുള്ള പോലീസുകാർ ഞാനിപ്പോൾ വിചാരിച്ചേ ഉള്ളൂ നവീൻ സാർ ഇവിടെ എത്തുമെന്ന്. കാരണം നയന മേഡത്തെ പുറത്തിറക്കണമല്ലോ, അതിനു വേണ്ടി തന്നെ വക്കീൽ വരുമെന്ന്. അപ്പോൾ വക്കീൽ നേരെ വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്തിനാണ് നയനയെ പോലീസുകാർ പിടിച്ചുകൊണ്ട് വന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും എൻ്റെ പൊന്ന് സാറേ, ഒരു പിടിയില്ല. കാറിന് എന്ത് കള്ളസ്വർണം കിട്ടിയെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ മേഡത്തെ പിടിച്ചുകൊണ്ട് വന്നത്. ഏതായാലും സാറ് വന്നത് നേരത്തെ നന്നായി. സാറിന് നയന മേഡത്തെ പുറത്തിറക്കാനായിട്ട് പെട്ടെന്ന് തന്നെ സാധിക്കും. ആ പാവം ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നേ എന്നൊക്കെ പറയണം. ശരി, ഞാൻ ഏതായാലും നന്ദുവിനെ പോയി കണ്ടേ. നന്ദു അവിടെ ഉണ്ടല്ലോ ചോദിച്ചപ്പോഴേക്കും നന്ദു മേഡം അവിടെ ഉണ്ട് സാർ, സാറ് പോയി കണ്ടോളൂ എന്ന് പറയുമ്പോൾ വക്കീൽ നേരെ അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോഴേക്കും ഈ പോലീസുകാർ പറയണം, നന്ദു മേഡം ഇവിടെ SI ആയി വന്നതിൽ പിന്നെ നമുക്ക് ചിക്കനോ മട്ടനോ ഒന്നും മേടിക്കാനായിട്ട് പറ്റുന്നില്ല, കാശില്ല കയ്യിൽ എന്നും പറഞ്ഞുകൊണ്ട് ഇവരങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നന്ദുവിൻ്റെ അടുത്തേക്ക് നമ്മുടെ വക്കീൽ കയറി ചെല്ലുക. വക്കീൽ കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നന്ദുവിനോട് കാര്യങ്ങളെല്ലാം ചോദിക്കുകയാണ്. എന്താ നന്ദു, യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്, എങ്ങനെയാണ് ആ സ്വർണം ആ കാറിനകത്ത് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഒന്നും അറിയില്ല നവീനേട്ടാ. ഈ പോലീസുകാർ തടയുകയായിരുന്നു. എന്നിട്ട് അതിൽ നിന്ന് സ്വർണം കിട്ടി, കള്ളക്കടത്ത് സ്വർണ്ണമാണെന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് വന്നു. ഇതൊക്കെ മഹാ തട്ടിപ്പാണ്. ആരോ ചേച്ചിയെ ചതിച്ചതാണ്, ചേച്ചിയും ആദർശേട്ടയും ചതിച്ചതാണ്. അത് ഉറപ്പുള്ള കാര്യം തന്നെയാണെന്നും അവിടെ പറയുകയാണ് നമ്മുടെ നന്ദു. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നന്ദു, ഇതിപ്പോൾ ചതിച്ചാണെന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. പക്ഷേ ആദർശേട്ടൻ ആ കാറിലുണ്ടായിരുന്നുള്ള കാര്യം ഒരിക്കലും പറയാനായിട്ട് പാടില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി പാളും. ഇപ്പോൾ അപ്പോഴേക്ക് നന്ദു ആണെങ്കിൽ അയാളാണെങ്കിൽ ഒരു പരിഗണന പോലും കൊടുത്തില്ല. ചേച്ചിയുടെ വയറ്റിലൊരു കുഞ്ഞുള്ള പരിഗണന പോലും അയാൾ കൊടുത്തില്ല. അയാൾ എത്ര ക്രൂരമായിട്ടാണ് ചിന്തിച്ചത്. എനിക്ക് ദേഷ്യം വന്നതിനുള്ള കാരണം എന്നൊക്കെ ഇത് പൊടിച്ചിട്ട് ഇറങ്ങാൻ എനിക്ക് തോന്നി. നന്ദു അബദ്ധങ്ങളൊന്നും കാണിക്കാൻ നിൽക്കരുത്. ലാസ്റ്റ് അതിനെക്കുറിച്ച് ഓർത്തൊക്കെ വിഷമിക്കും. അതുകൊണ്ട് അങ്ങനത്തെ പരിപാടികളൊന്നും വേണ്ട. ഇപ്പം നമുക്ക് ഭയങ്കര ത്രില്ലും കാര്യങ്ങളൊക്കെ ആയിരിക്കും, ആ ഒരു വാശി അതൊക്കെ കാണിച്ചു കൂട്ടും. പക്ഷേ ഭാവിയിൽ അത് വലിയൊരു പ്രശ്നമായിട്ട് മാറും നന്ദു. അതുകൊണ്ട് ഇതിനെന്ത് വേണമെന്നൊന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവീനാണെങ്കിൽ നേരെ CIയുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ CIയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ജാമ്യത്തിന് വേണ്ടിയാണ് ഞാൻ വന്നത്. ജാമ്യമോ? ആര്? ആ നയനയ്ക്ക് വേണ്ടിയോ? ഒരിക്കലും ഇല്ല. കാരണം കള്ളക്കടത്ത് സ്വർണം തട്ടിക്കൊണ്ട് വന്നവളാണ് അവൾക്ക് വേണ്ടി ജാമ്യം മേടിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന വക്കീൽ നാണമില്ല എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഇല്ല സാർ, അത് ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. നയന എന്ന് പറഞ്ഞ ഒരു സ്ത്രീ അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല. കാരണം വളരെ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അതുമല്ല, മൂർത്തീസ് കമ്പനിയിലെ MDയുടെ ഭാര്യയാണ് ഈ നയന. അപ്പോൾ ആ നയനയ്ക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഈ നയനയെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല വക്കീൽ സാറേ. നയന ആരാണ് എന്താണെന്ന് എനിക്കറിയില്ല. സ്വർണത്തോട് എനിക്ക് വലിയ കമ്പവും ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അവരുടെ കാറിൽ നിന്ന് കുറച്ച് സ്വർണം കിട്ടി. പക്ഷേ അതിൻ്റെ പിന്നിൽ ആരാ കളിച്ചതെന്ന് അറിയണമല്ലോ. ആ ഒരു സംബന്ധിച്ചിട്ടാണ് ഞാൻ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നത്. ഇതിന് എന്നെ ചോദ്യം ചെയ്തിട്ടൊന്നും യാതൊരു കാര്യമില്ല എൻ്റെ വക്കീലെ. ഇവിടെ നിന്ന് ഏതായാലും ജാമ്യം കിട്ടാനായിട്ട് പോകുന്നില്ല. വക്കീലിന് അത്ര വലിയ താല്പര്യമാണെങ്കിൽ കോടതിയിലേക്ക് വന്നേ. വക്കീൽ വാദിച്ചിട്ട് വക്കീൽ നയനയ്ക്ക്
ജാമ്യം മേടിച്ചുകൊണ്ട് പോ, അല്ലാതെ ഇവിടെ നിന്ന് ജാമ്യം കിട്ടുമെന്ന് വക്കീൽ പ്രതീക്ഷിക്കണ്ട എന്നിങ്ങനെ പറയുകയാണ്. ഒന്നും കൂടി ഒന്ന് അവർക്കുള്ളൊരു പരിഗണനയെങ്കിലും കൊടുക്കാമായിരുന്നു. വയലൊരു കുഞ്ഞുള്ള ഇതാണ്, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊന്നും കിടന്ന് കാണിച്ചു കൂട്ടരുത് സാറേ. സാർ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ നിന്ന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ട. പ്രതികൾ എപ്പോഴും പ്രതികൾ തന്നെയാണല്ലോ, എനിക്കിതിലൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നിങ്ങനെ പറയുകയാണ്. വക്കീലാണെങ്കിൽ ശരി എങ്കിൽ പിന്നെ നമുക്ക് കാണേണ്ട വിടത്തിൽ കണ്ടോളാം, ശരി വക്കീലെ പോ എന്ന് പറഞ്ഞുകൊണ്ട് വക്കീലെ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ നവീൻ വക്കീൽ നേരെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ആദർശ് വരികയാണ്. ആദർശിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നവീന് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. പിന്നെ ആദർശേട്ടാ, ഒരു കാര്യമുണ്ട്, ഞാൻ ഏതായാലും ചേച്ചിയെ പോയി കണ്ടില്ല, എനിക്ക് കാണാനുള്ളൊരു തോന്നിയില്ല. കാരണം നന്ദുവിനോടും പിന്നെ CI സാറോടൊക്കെ ഞാൻ സംസാരിച്ചിരുന്നു. CI സാർ ജാമ്യം കൊടുക്കില്ലെന്നൊക്കെയാണ് പറയുന്നത്. കോടതിയിൽ കൊണ്ടുപോകും, അവിടെ പോയി വാദിക്കണം, അതിന് ശേഷമേ ഇങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ പറയുന്നത്. പിന്നെ ആദർശേട്ടാ, അങ്ങോട്ട് പോയി CI സാറോട് സംസാരിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ആ സമയത്ത് കാറിൽ ആദർശേട്ടൻ ഉണ്ടായിരുന്നു എന്ന് പറയരുത് നവീനെ. അതെങ്ങനെ ശരിയാവുന്നത്? എല്ലാ കുറ്റങ്ങളും ഞാൻ ഏറ്റുമേടിക്കാൻ വേണ്ടി തന്നെയാണ് വന്നത്. അങ്ങനെയെങ്കിൽ പാവൻ നയനയെ പുറത്തിറക്കുമല്ലോ, എന്നെ പിടിച്ച് ലോക്കപ്പിൽ ഇട്ടോട്ടെ, എന്നാലും കുഴപ്പമില്ല, അവളുടെ ഒരു മാനസികാവസ്ഥ അങ്ങനെയല്ലേ, അവൾ ലോക്കപ്പിൽ കിടന്നാൽ എങ്ങനെയാണ് ശരിയാവുന്നത് എന്ന് ചോദിക്കുമ്പോൾ പാടില്ല. കാരണം ആദർശേട്ടൻ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേസ് വേറെ ലെവലിലേക്ക് പോകും. ഇപ്പോൾ ഒരു സ്ത്രീ ആയതുകൊണ്ടുള്ള ഒരു പരിഗണനയൊക്കെ അവർക്ക് കൊടുക്കും, പക്ഷേ ആദർശേട്ടൻ ഒരു പരിഗണനയും അവർ തരില്ല. അതുകൊണ്ട് ഞാനേച്ചി പറഞ്ഞ പോലെ തന്നെ ആദർശേട്ടനും പറയണം അവർ രണ്ടുപേരുമാണ് പോയതെന്ന്. ആദർശേട്ടൻ അതിനുള്ളിൽ ഉണ്ടായിരുന്നെന്ന കാര്യം പറയേ ചെയ്യരുത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അങ്ങനെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.